ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് 12ാം ക്ലാസ്സിലെ ഹിന്ദി യൂണിറ്റ് 2-ലെ സൂരിനാമെ പഹ്ലാദിൻ എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ശ്രീ ഹിമാംശു ജോഷിയുടെ വളരെ പ്രസിദ്ധമായ ഒരു യാത്രാ വിവരണമാണ് സൂരിനാമെ പഹ്ലാദിൻ. AD 1975 വരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കുന്ന ആളുകളായിരുന്നു ഈ രാജ്യത്ത് ഉണ്ടായിരുന്നത്. സൗത്ത് അമേരിക്കയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സൂരിനാം. പാരാമാരിബോ ആണ് ഇതിന്റെ തലസ്ഥാനം. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക. ഒരു ലൈൻ ബൈ ലൈൻ, സെന്റൻസ് ബൈ സെന്റൻസ് മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയാൻ പാടില്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ അതിന്റെ മലയാളം മീനിങ് എഴുതിയെടുത്തുകൊള്ളുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പെൻസിലും കൂടി കരുതുന്നത് വളരെ നന്നായിരിക്കും. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. सूरीनाम में पहलादिन भूगोल की पुस्तकों में कभी पढ़ता था. भूमध्य रेखीय प्रदेशों में भीषण गर्मी पड़ती है. ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ആ പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുമെന്ന്. പ്രായഃ പ്രതിദിൻ ബാരിഷ്, ജനറലി പ്രതിദിൻ നിത്യവും, ബാരിഷ് നിത്യവും മഴയും ഉണ്ടാകും. इसलिए संसार में सबसे अधिक घने वन इसी क्षेत्र में पाए जाते हैं. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ നിബിഡ വനങ്ങൾ കാണപ്പെടുന്നതും ഈ പ്രദേശങ്ങളിൽ തന്നെ ആയിരിക്കും. ब्राजील की 93% भूमि गहरी हरियाली से आच्छादित है. ബ്രസീലിലെ 93% ഭൂമിയും ഗഹരി ഹരിയാലി സെ ആച്ഛാദിത ഹെ, നിബിഡ വനങ്ങൾ കൊണ്ട് കവേർഡ് ആണ്. ആച്ഛാദിത് മാനെ കവേർഡ്. അതീത് കാ യഹ് പഠ ആജ് പ്രത്യക്ഷ ദേഖ് രഹേ ഹെ. മുൻകാലങ്ങളിൽ വായിച്ചിട്ടുള്ള ഈ അറിവ് ഇന്ന് പ്രത്യക്ഷത്തിൽ കാണുകയാണ്. അതീത് കാ യഹ് പഠ ആജ് പ്രത്യക്ഷ ദേഖ് രഹേ ഹെ. കഴിഞ്ഞ കുറെ കാലങ്ങളായി വായിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വിമാൻ സേ ചാങ് രഹേ ഹെ, नीलाग जल, काले घने बादल और दूर कहीं हरियाली की चिंडे. വിമാനം താഴോട്ട് ഇറങ്ങാൻ കുനിയുമ്പോൾ അതിലിരിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി താഴോട്ട് നോക്കുകയാണ്. നീലജലം, കറുത്ത നിബിഡമായിട്ടുള്ള മേഘങ്ങൾ, और दूर कहीं हरियाली की ചീണ്ടെ, അങ്ങ് എല്ലായിടത്തും പച്ചപ്പിന്റെ കണികകൾ കാണാൻ തുടങ്ങുന്നു. വിമാൻ ഉതർനെ की प्रक्रिया में धीरे धीरे धरती की ओर झुक रहा है. വിമാനം ഇറങ്ങുന്ന ആ പ്രക്രിയയിൽ പതുക്കെ പതുക്കെ വിമാനം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യാത്രിയോं का कौतूहल भी बढ़ता चला जा रहा है. യാത്രക്കാരുടെ കൗതൂഹൽ, കൗതൂഹൽ മാനെ ക്യൂരിയോസിറ്റി, യാത്രക്കാരുടെ ക്യൂരിയോസിറ്റി വർദ്ധിച്ചു വരുന്നു. ലഗ്ഭഗ് 20,000 കിലോമീറ്റർ की ലംബി യാത്ര के पश्चात, ഏകദേശം 20,000 കിലോമീറ്റർ നീണ്ട യാത്രയ്ക്ക് ശേഷം, के पश्चात माने ശേഷം, एक प्रकार के सुकून का अहसास, ഒരു തരത്തിലുള്ള വിശ്രമം തോന്നിപ്പിക്കുന്നു. ജിസ് ഹിന്ദി കോ ഭോജ്പുരി അവധി കെ രൂപ में
हनुमान चालीसा तथा रामचरितमानस आदि धर्म ग्रंथों के माध्यम से भारत से जाते समय ഹനുമാൻ ചാലീസ, രാമചരിതമാനസ് മുതലായ മതഗ്രന്ഥങ്ങളിലൂടെ അവർ കൊണ്ടുപോവുകയും ജിസെ ഉനോനെ തൂഫാൻ കെ ബീച്ച് ദിയേ കി തരഹ് ജലായെ രഖ, അതിനെ അവർ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലൂടെ വിളക്ക് തെളിക്കുന്നത് പോലെ സൂക്ഷിക്കുകയും ആജ് 130 साल बाद वही एक नए रूप साकार होकर उपस्थित हो रहा है. ഇന്ന് അത് 130 വർഷങ്ങൾക്ക് ശേഷം അതിന് ഒരു പുതിയൊരു രൂപം അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഉസ്കാ വൈശ്വിക സ്വരൂപ് ഉഭർ രഹാ ഹെ, അതിന്റെ സർവവ്യാപകമായ ഒരു രൂപം ഉയർന്നുകൊണ്ടിരിക്കുന്നു. വഹ് സബ് ഗിർമിട്ടിയ ശ്രമികോ കി ഹി നഹീം, അവ ഇന്ന് കേവലം കരാർ തൊഴിലാളികളുടേത് മാത്രമല്ല, ശാസകവും രാഷ്ട്ര അധ്യക്ഷവും കി ഭി ഭാഷ ബൻ ഗയി ഹെ, ഭരണകർത്താക്കളുടെയും ദേശീയ നേതാക്കളുടെയും ഭാഷയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. जो संसार के 120 देशों में किसी न किसी रूप में अपनी उपस्थिति का अहसास जता रही है. അവ ലോകത്തിലെ 120 രാജ്യങ്ങളിലും ഏതെങ്കിലും ഒരു തരത്തിൽ അവയുടെ പ്രസൻസ് അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സൂരിനാമെ പഹ്ലാദിൻ എന്ന ഈ ചാപ്റ്റർ അല്പം ലെങ്തി ആയതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് സൂരിനാമെ പഹ്ലാദിൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.